ഹായ് ഫ്രണ്ട്സ്, നമുക്ക് SCERT ഫാക്ട്സ് നോക്കാം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നത് ആരുടെ പ്രസംഗമാണ്? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തി. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയെ 14 സംസ്ഥാനങ്ങളായും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും തിരിച്ചു. അപ്പോൾ ഇന്ത്യ ഉണ്ടാവുമ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂരാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ്.